അപ്പോൾ ഞങ്ങളുണ്ടാക്കി പാലക്കാടൻ വന്നി ഞങ്ങളുണ്ടാക്കി കേട്ടോ. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഉച്ചക്കലയ്ക്ക് ഊണിന് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ഒരു സെക്കൻഡ് കറിയാണ് കേട്ടോ. ഇത് ഒരു പാലക്കാടൻ വിഭവമാണ് കേട്ടോ. ഞാനിതൊരു വീഡിയോ കണ്ടതാണ്. നോക്കൂട്ടോ, അധികം ചിലവൊന്നുമില്ല. പരിപ്പ് വിടണ്ട, നാളികേരം അരയ്ക്കണ്ട, എളുപ്പത്തിലുണ്ടാക്കാനും പറ്റും. നല്ല സ്വാദുള്ള ഒരു കറിയാണ് കേട്ടോ അത് ഞാനൊരു വീഡിയോ കണ്ടതാണ് കേട്ടോ. എൻ്റെ സ്വന്തമല്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാനിത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞാനത് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാനിത് കാണിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് എടുക്കുന്ന കഷ്ണം ഇതൊക്കെയാണ് കേട്ടോ. അല്ല, ഒരു കഷ്ണം കുമ്പളങ്ങയുണ്ട്, ഒരു കഷ്ണം കായുണ്ട്, ഒരു വഴുതനങ്ങയുണ്ട്, 2 കഷ്ണം മുരിങ്ങക്കായുണ്ട്, പിന്നെ ഒരു കഷ്ണം മത്തങ്ങയുണ്ട്. നമുക്കിതെല്ലാതും തൊലി കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് നുറുക്കാം കേട്ടോ. മത്തങ്ങയുടെ ചോറും കുരുവും ഒക്കെ കളയാം. പണ്ടൊക്കെ നമ്മൾ വറുത്തിനാറുണ്ട് അല്ലേ. എല്ലാം തൊലി കളഞ്ഞ് വെച്ചു. നമുക്കിത് നുറുക്കാം. ആദ്യം കുമ്പളങ്ങ മുഴുവനും നുറുക്കി വയ്ക്കാം. നെക്സ്റ്റ് മത്തങ്ങ കഷ്ണങ്ങളാക്കാം. ഇനി മുരിങ്ങക്കായ നുറുക്കാം. ഒരു മുരിങ്ങക്കായ മുഴുവനുണ്ട് കേട്ടോ, അത് മുഴുവനിടാം. ഇഷ്ടംപോലെ കഷ്ണമായി കേട്ടോ. ഈ കായം കൂടി ഇടാം കേട്ടോ. ഒരു കഷ്ണം കായ മതി, അതിടാം. വഴുതനങ്ങ ഞാൻ ഇട്ടില്ല കേട്ടോ, മാറ്റി വെച്ചു. കുറേ കഷ്ണമായിട്ടുണ്ട്. ഇതാ ഇഷ്ടം പോലെ കഷ്ണമായിട്ടാ കണ്ടോ. നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ബെസ്റ്റായിട്ട് കഴുകിയിട്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ഇതാ കഴുകി നന്നായിട്ട് ഇനി നമുക്ക് ഈ ചട്ടിയിലാണ് കേട്ടോ ഞാൻ വെക്കണത്. ചട്ടിയിലേക്ക് നമുക്കത് കഴുകി വാരിയിടാം. വാരിയിട്ടു. ഇതാ നോക്കൂ, ഇത്ര കഷ്ണമുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പ്, കല്ലുപ്പാണ്, ആവശ്യത്തിന് ഇട്ടു. ഈ മുളക് പൊടി നമുക്കിതിലിടണ്ട കേട്ടോ. പകരം ഈ പച്ചമുളക് കീറിയിടാം. കണ്ടോ, ഒരു 4-5 പച്ചമുളക് ഉണ്ട് കേട്ടോ. ഇത് കീറിയിടാം നമുക്കതിലേക്ക്. പച്ചമുളകാണ് ഇതിലിടുക. ഇനി ഇതിൽ വെള്ളം ഒഴിക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ ഏകദേശം നല്ലോണം വെള്ളമായിട്ടോ. മേലെ വെള്ളം നിൽക്കുന്നുണ്ട്, ഒപ്പത്തിനൊപ്പം വെള്ളമുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. വേഗം വേവണ കഷ്ണങ്ങളാണ് കുമ്പളങ്ങ, മത്തങ്ങ, കായ, നേന്ത്രക്കായൊക്കെ വേഗം വേവും കേട്ടോ. അടുപ്പത്ത് വയ്ക്കാം. ഈശ്വര, അടുപ്പത്ത് വെച്ചു. നന്നായിട്ട് തിളച്ച് വേവട്ടെ. ഒന്ന് അടച്ച് വയ്ക്കാം. അത് നോക്കൂ, കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കണ്ടു തിളച്ചു നന്നായിട്ട്. ഒന്ന് ഇളക്കിയിടാം. വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ, വന്നിട്ടൊന്നുമില്ല. ഒരു 10 മിനിറ്റെങ്കിലും വരും വേവാനായിട്ട് കേട്ടോ. ഇത് വേവട്ടെ. വീണ്ടും അടച്ചു വയ്ക്കാം. കുറച്ച് നേരം കൂടി കഴിഞ്ഞു. നോക്കൂ, ഇപ്പം നന്നായിട്ട് വെന്തുണ്ട് അല്ലേ. കണ്ടോ, വെള്ളമൊക്കെ ഒരുവിധം വറ്റിയ പോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തു കേട്ടോ നന്നായിട്ട്. ഞാൻ ഓഫാക്കിയിട്ടോ. അതൊന്ന് കുത്തി ഉടച്ച് കഷ്ണമൊക്കെ ഒന്ന് ഉടച്ച് ചേർക്കാം. ചൂടാറിയിട്ട് നമുക്ക് അടുത്ത പരിപാടി കേട്ടോ. ഇത് കറിവേപ്പില ഇടാം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കണം. ചൂടാറിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ചൂടൊഴിക്കാൻ പാടില്ല.
ഇത് ചൂടാറിയിട്ടോ നമ്മളിത് കുറച്ച് തൈര് ഒഴിക്കാം. അധികം പുളി ഇല്ലാത്ത ഇത്തിരി കട്ടിയുള്ള തൈരാണ് കേട്ടോ നല്ലത് ഇതിൽ ഒഴിക്കാനായിട്ട്. അധികം പുളിയാകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല, ചെറിയ പുളിയേ പാടുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ തൈര് ഒഴിച്ചു നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. ചൂടൊക്കെ തീരാറിയിട്ടുണ്ട് കേട്ടോ ഇത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഊരിയിടാം. കറിവേപ്പില ഊരിയിട്ടു. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. നോക്കോ ഇത്തിരി കൂടി ഉപ്പ് വേണോ? ഉപ്പ് വേണോ? ഇല്ല ഇല്ലേ വേണ്ട. ഇത് നമുക്ക് സെക്കൻഡ് കറി ഇട്ടേ ഇവിടെ ഏട്ടാ സൂപ്പർ. അപ്പോൾ ഞങ്ങളുണ്ടാക്കി പാലക്കാടൻ വന്നി ഞങ്ങളുണ്ടാക്കി കേട്ടോ. അപ്പോൾ വന്നി പറഞ്ഞെങ്ങനെയാ വന്നി എന്നതിന് പേരെന്നാ പറഞ്ഞത്. സദ്യയുടെ തലേദിവസമൊക്കെ അവര് ബാക്കി വരുന്ന കഷ്ണങ്ങൾ തലേ സദ്യ ഉണ്ടാക്കില്ലേ വൈകുന്നേരം, അപ്പം ഉണ്ടാക്കും ഇത്ര ഇങ്ങനത്തെ നല്ല സ്വാദാ. പിന്നെ കഞ്ഞിക്കൊക്കെ ഉണ്ടാക്കാം, കഞ്ഞി കുടിക്കാനൊക്കെ ആയിട്ടേ ഇങ്ങനത്തെ ഉണ്ടാക്കിയാൽ കഞ്ഞി കുടിക്കാം. ഇനി പിന്നെ ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് പ്ലസ് ഇതും വിളമ്പുക, കുറച്ച് ഉപ്പേരി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ണിരിക്കുക കേട്ടോ. ഇഷ്ടമായി, നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ലതാ, എളുപ്പമാണ്. നാളികേരം വേണ്ട, പരിപ്പ് വേണ്ട, കാര്യമായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. എളുപ്പം കൂട്ടാനാണ്, നല്ലതാണ് കേട്ടോ, നല്ല സ്വാദുണ്ട്. ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം.